നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. കായംകുളം മേഖലയിലും രൂക്ഷമായ വെള്ളക്കെട്ട്. കായംകുളം നഗരസഭാ പരിധിയിലെ ചേരാവള്ളി, മുരുക്കമ്പുഴ തെക്ക് പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു. കായംകുളം നഗരസഭയിൽ ചേരാവള്ളി, മുരുക്കമ്പൂടിന് തെക്കുവശം എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് അതിരൂക്ഷമായിരിക്കുന്നത്. വെള്ളം കയറിയതോടെ നഗരസഭ 29-ാം വാർഡിലെ പ്ലാമൂട്ടിൽ ചന്ദ്രന്റെ ഭിന്നശേഷിക്കാരിയായ മകളെയും കുടുംബത്തെയും കായംകുളം ഫയർഫോഴ്സ് എത്തി വീട്ടിൽ നിന്നും മാറ്റി. ചേരാവള്ളി ഭാഗങ്ങളിൽ വിവിധയിടത്ത് വെള്ളം കയറിയിട്ടും ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങുവാനുള്ള നടപടികൾ നഗരസഭയുടെയോ സർക്കാരിന്റെയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ പറഞ്ഞു. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട്, തഹസീൽദാരുമായി ബന്ധപ്പെട്ട്, ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി എവിടെയെങ്കിലും ഒരു ക്യാമ്പ് ആരംഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ സമയമായിട്ടും ഇതുവരെ ക്യാമ്പിൻ്റെ തീരുമാനമെത്തിയിട്ടില്ല. അങ്ങനെ പല ആളുകളും അദ്ദേഹം ബുദ്ധിമുട്ട് അനുഭവിച്ച് അവരുടെ ചില ബന്ധുവീടുകളിലൊക്കെ പോയിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇവിടെ ഒരു വികലാംഗയായ ഒരു കുട്ടിയാണ് ഉള്ളത്. ആ കുട്ടി കിടപ്പ് രോഗിയാണ്. ആ കിടപ്പ് രോഗിയും കൊണ്ട് രാവിലെ മുതൽ അവർ കട്ടിൽ പൊക്കി വെച്ച് കട്ടിലിൻ്റെ മണ്ടയ്ക്ക് കിടക്കുക. ഈ ഫയർഫോഴ്സുകാരെ വിളിച്ചിരുന്നു. അവർ വളരെ ആത്മാർത്ഥയോടുകൂടി ഇപ്പോൾ എത്തി അവരെ കരയ്ക്ക് എത്തിച്ചു തന്നു. അവരുടെ ബന്ധുവീട്ടിലോട്ട് വിട്ടിരിക്കുക. കൃഷ്ണപുരത്തും വിവിധയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മലയൻ കനാലിന്റെ ഭാഗങ്ങളിൽ താമസിക്കുന്ന വീടുകളിലാണ് കൂടുതലായും വെള്ളം കയറിയത്. മലയൻ കനാൽ ആഴം കൂട്ടുന്നതിന്, നീരൊഴുക്ക് സുഗമമാക്കുന്നതിനോ നടപടി സ്വീകരിക്കാത്തതാണ് മഴക്കാലമായാൽ സമീപത്തുള്ള വീടുകളിൽ വെള്ളം കയറാൻ പ്രധാന കാരണം. പത്തിയൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. പത്തിയൂർ ഉള്ളിട്ട പുഞ്ചയുടെ ഭാഗങ്ങളിലും കരിപ്പുഴ തോടിന്റെ ഭാഗങ്ങളിലുമാണ് വെള്ളം കയറിയത്. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാത്രി പെയ്ത മഴയെ തുടർന്ന് രാത്രി 2 മണി മുതൽ തന്നെ വെള്ളം കയറി തുടങ്ങി. തുടർന്ന് കായംകുളം ഫയർഫോഴ്സ് എത്തി വീടുകളിൽ നിന്നും കിടപ്പ് രോഗികളെയും കുട്ടികളെയും മാറ്റി താമസിപ്പിച്ചു. കായംകുളം പ്രദേശത്തെ വിവിധ റോഡുകളും വെള്ളക്കെട്ടിനടിയിലാണ്. പല റോഡുകളിലും ഓടയില്ലാത്തതോ ഓടയുടെ അശാസ്ത്രീയമായ നിർമ്മാണമോ മൂലമാണ് റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. ടൈം ന്യൂസ്, കായംകുളം.